എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് എമ്മാവൂസ് യാത്രയിലുണ്ടായ സംഭവമാണ്. 2 ശിഷ്യന്മാര് ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്നു. അവർ സംസാരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ ഈശോ അവരുടെ കൂടെ കൂടുന്നു. ഈശോ അവരോട് സംസാരിക്കുമ്പോൾ ഇവര് കുറെ കാര്യങ്ങൾ ഈശോയുടെ മരണത്തെയും ഉയർപ്പിനെയും കുറിച്ച് പറയുന്നു. അപ്പൊ ഈശോ അവർക്ക് ഈശോയെ കുറിച്ചുള്ള പഴയ നിയമ പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ മുതലുള്ള കാര്യങ്ങൾ ഈശോയെ കുറിച്ച് വീണ്ടും അവരോട് പറയുന്നു. ഈശോയുടെ വചനങ്ങൾ കേട്ട് ഹൃദയം ജ്വലിച്ച് അവര് ഈശോ പോവുകയാണ്, അല്ലെങ്കിൽ യാത്ര തുടരുകയാണെന്ന് ഭാവിക്കുമ്പോൾ ഈശോയോട് പറയുകയാണ്, ഇന്ന് ഞങ്ങളുടെ കൂടെ വസിക്കണം, അല്ലെ? നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി, ഇന്ന് ഞങ്ങളുടെ കൂടെ തങ്ങും. അവർ നിർബന്ധം പിടിച്ച് ഈശോയെ തങ്ങളുടെ കൂടെ താമസിപ്പിക്കുകയാണ്. അന്ന് രാത്രി ഈശോ അവർക്ക് അപ്പം എടുത്ത് മുറിച്ച് അവർക്ക് കൊടുക്കുന്നു. അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതും വചനം പങ്കുവെച്ച് തന്നതും അതുപോലെ തന്നെ അപ്പം മുറിച്ച് തന്നതും ഈശോയാണെന്ന് അവർ തിരിച്ചറിയുന്നു. അവർ തിരികെ പോയിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ ഈ കഥകളെല്ലാം അറിയിക്കുന്നു. നമ്മളൊരു ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട എമ്മാവൂസ് അനുഭവം വിശുദ്ധ കുർബാനയുടെ ഒരു ചെറിയ പതിപ്പാണ്. അതില് വചനം ഈശോ മുറിച്ചു കൊടുക്കുന്നുണ്ട്, അപ്പം മുറിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിലും അപ്പം മുറിക്കലും നടക്കുന്നുണ്ട്, വചനം മുറിക്കലും നടക്കുന്നുണ്ട്. ഇവിടെ ശിഷ്യന്മാർ പറയുകയാണ്, അവൻ വഴിയിൽ വെച്ച് വചനം നമ്മളോട് സംസാരിച്ചു, നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും ഇത് നടക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കും. അതായത് ഓരോ വിശുദ്ധ കുർബാനയിലും ദൈവം നിനക്ക് വചനം പങ്കുവെച്ച് തരുമ്പോൾ, ദൈവം നിനക്ക് വചനം മുറിച്ചു തരുമ്പോൾ എൻ്റെ ഹൃദയം ജ്വലിക്കുന്നുണ്ടോ? അങ്ങനെ ഹൃദയം ജ്വലിച്ചാൽ മാത്രമേ ഈശോയോട് എൻ്റെ കൂടെ വസിക്കണമേ എന്ന് ചാട്യം പിടിച്ച് പറയാനും ഈശോയുടെ അനുഗ്രഹങ്ങൾ വാങ്ങിയെടുക്കാനും സാധിക്കുകയുള്ളൂ. നമ്മളൊരു സുവിശേഷഭാവം വായിച്ചു കഴിയുമ്പോൾ വചനം കേട്ട് കഴിയുമ്പോൾ ഹൃദയം ജ്വലിക്കാനുള്ളൊരു തീക്ഷ്ണതയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതേ തീക്ഷ്ണതയോട് കൂടിയിട്ട് ഈശോയോട് നമ്മുടെ കൂടെ വസിക്കണമേ എന്ന് അപേക്ഷിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കും.